വയനാട് മാനന്തവാടിയിലെ കൊലക്കൊല്ലി ബേലൂർ മക്നയെ പിടികൂടാനുള്ള ദൌത്യസംഘത്തിന്റെ ശ്രമങ്ങൾ അർദ്ധരാത്രിയും തുടരും. ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ ആവശ്യമായ മുഴുവൻ മുൻകരുതലുകളും ദൌത്യസംഘം സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി വയനാട് നിന്നും ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുന്നു. കാടിറങ്ങിയ ബേലൂർ മക്നെ എന്ന മോഴയാന ആനയെ പിടികൂടാനുള്ള ദൗത്യസംഘം ഇപ്പോഴും കാടുകളിൽ നിരീക്ഷണം തുടരുകയാണ്. മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ ആനയെ ഇതുവരെ മയക്കുവെടി വെക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് 3 തവണ അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. ഒരു തവണ മയക്കുവെടി വെച്ചിരുന്നു. എന്നാൽ ആനയ്ക്ക് കൊള്ളാതെ ആന രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മൂന്നാം ദിവസം അവസാനിക്കുമ്പോഴും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇപ്പോഴും ദൗത്യസംഘം 12 സംഘങ്ങളായി തിരിഞ്ഞ് ഇപ്പോഴും കാടുകളിൽ നിരീക്ഷണം തുടരുകയാണ്. മഗ്ന ഇപ്പോൾ ഉള്ളത് ജനവാസ മേഖലയോട് അടുത്ത പ്രദേശത്താണ് എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ സമയവും ഈ 12 സംഘങ്ങളായി തിരിഞ്ഞ വനം വകുപ്പ് അതോടൊപ്പം തന്നെ പോലീസിൻ്റെ സംയുക്ത സംഘങ്ങൾ ഇപ്പോൾ നിരീക്ഷണം തുടരും. ആന ജനവാസ മേഖലയിൽ എത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് എത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ മുഴുവൻ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുലർച്ചെ മുതൽ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും. ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു ദൗത്യമാണ് പുലർച്ചെ മുതൽ പുനരാരംഭിക്കുക. 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നാളെ രാവിലെ തന്നെ ആനയെ മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് വനം വകുപ്പ് ദൗത്യസംഘം പ്രതീക്ഷിക്കുന്നത്. ആന ഇപ്പോൾ കുറ്റിക്കാട്ടിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 4 കുങ്കിയാനകളെ ഉപയോഗിച്ച് ആനയെ തുരത്താനുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തിറക്കാനുള്ള പണികൾ ഇപ്പോൾ നടത്തിയെങ്കിലും അത് വിഫലമായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഈ 4 കുങ്കിയാനകളും അതോടൊപ്പം തന്നെ 200ഓളം വരുന്ന വനം വകുപ്പിൻ്റെയും പോലീസിൻ്റെയും സംയുക്ത സംഘം പരിശ്രമിച്ചിട്ടും ആനയെ ഇതുവരെയും വെടിവെക്കാനുള്ളൊരു സാഹചര്യം ഒത്തുവന്നിട്ടില്ല. ആന വെടിവെച്ചാൽ തന്നെയും ആന 20 മിനിറ്റോളം വെടികൊണ്ട് 20 മിനിറ്റോളം ആന പരിഭ്രാന്തിയിലേക്ക് പോകും. ആ ഒരു സാഹചര്യത്തിൽ സുരക്ഷ ഈ ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും സുരക്ഷ കൂടി പരിഗണിച്ച് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ആനയുടെ ആരോഗ്യസ്ഥിതി അതോടൊപ്പം തന്നെ കാലാവസ്ഥയും വെടിവെക്കുന്ന സ്ഥലത്തെ ഒരു ജോഗ്രഫി കൂടി ഭൂപ്രകൃതി കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇതിലേക്ക് കടക്കുക. അതോടൊപ്പം തന്നെ ഇതിന് സാധ്യമായ എല്ലാ വഴികളും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതായാണ് CCF ദീപ നമ്മളോട് പറഞ്ഞത്. ആന അക്രമാസക്തനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് സുരക്ഷയും കൂടെ കണക്കിലെടുത്ത് മാത്രമേ വെടിവെക്കാൻ കഴിയൂ എന്നാണ് അവർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് നിയമസഭയിലും ഈ വിഷയം വലിയ ഒരു ചർച്ചാ വിഷയമായി തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. സാധ്യമായ മുഴുവൻ കാര്യങ്ങളും വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട സാധ്യമായ മുഴുവൻ കാര്യങ്ങളും പോലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുമെന്ന് വനം വകുപ്പ് മന്ത്രി ഇന്ന് നിയമസഭയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മരണപ്പെട്ട അജീഷിന് കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ സഹായവും ചെയ്തു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അത് സംബന്ധിച്ച പരിശോധനകൾ നടന്നു വരികയാണ് എന്നാണ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ ഈ വയനാട്ടിൽ ഇപ്പോൾ മാനന്തവാടിയിലെ ജനങ്ങളുടെ സുരക്ഷ കൂടി പരിഗണിച്ച് 2 RRT സംഘങ്ങൾ കൂടി രൂപീകരിച്ച് ഇവിടെ ദൗത്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തും. ഇപ്പോൾ വയനാട് വന്യജീവി സങ്കേതം അതോടൊപ്പം തന്നെ മണ്ണാർക്കാട് അതോടൊപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലെ RRTകളെയാണ് ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് വിദഗ്ധരായ ആളുകൾ എത്തിച്ചാണ് ഇപ്പോൾ ഇവിടെ ദൗത്യസംഘം തുടരുന്നത്. ഇപ്പോൾ 12 സംഘങ്ങളായി തിരിഞ്ഞ് രാത്രി ഏറെ വൈകിയും നിരീക്ഷണം ശക്തമാക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ട് ഇറങ്ങിയാൽ അതിനെ പ്രതിരോധിക്കും തടയാനും വിധം ഉള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. പടക്കം പൊട്ടിച്ചും അതോടൊപ്പം തന്നെ കുങ്കിയാനകളെ ഉപയോഗിച്ചും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആനയെ നിരീക്ഷിച്ചു വരികയാണ്. കൃത്യമായ ഇടവേളകളിൽ ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ന് ആനയ്ക്ക് 100 മീറ്റർ അപ്പുറത്ത് വരെ എത്തിയിരുന്നു. എങ്കിൽ പോലും സുരക്ഷിതമായി വെടിവെക്കാനുള്ള മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഒരുങ്ങിയിരുന്നില്ല. ആന കുറ്റിക്കാട്ടിൽ തന്നെ ഒളിഞ്ഞിരിക്കുകയാണ്. കൊങ്ങിണി വനങ്ങളാൽ ചുറ്റപ്പെട്ട കുറ്റിക്കാടുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ചെറിയ ചലനം പോലും വെടിവെക്കുന്ന സമയത്തുണ്ടാകുന്ന ചെറിയ ചലനം പോലും ഇതിനെ ബാധിക്കും എന്നാണ് ചീഫ് CCF ആയിട്ടുള്ള ദീപ അതോടൊപ്പം തന്നെ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പറയുന്നത്. ഏതായാലും നാളെ അതിരാവിലെ തന്നെ ദൗത്യം വീണ്ടും പുനരാരംഭിക്കും. ദൗത്യം അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും നിരീക്ഷണം തുടരുകയാണ്. അതും ദൗത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നിരുന്നാൽ പോലും നാളെ പുലർച്ചെ തന്നെ ആനയെ റോഡിലേക്ക് ഇറക്കി പ്രധാന പാതയിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് വെടിവെക്കാനുള്ളൊരു നീക്കമായിരിക്കും നാളെ രാവിലെ പ്രധാനമായും നടത്തുക എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം.